ഏഴാമത് റെയിൻ ഇൻ്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിനു വേണ്ടി ഡോക്യുമെൻ്ററി അവതരിപ്പിക്കുന്നത് പാലക്കാട് MHSS പുതുനഗരം NSS വോളണ്ടിയേഴ്സ് ആയ ദിൻഷ, അനുഗ്രഹ, സുചിത്ര എന്നിവരാണ്. ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം പക്ഷികളെക്കുറിച്ചാണ്. ഓസ്ട്രേലിയയുടെ തെക്കുകിഴക്കൻ ഭാഗത്തെ ആഴവും ഈർപ്പവുമുള്ള മഴക്കാടുകളിൽ ഒരു അത്ഭുതജീവി നമ്മെ കാത്തിരിക്കുന്നു. പ്രകൃതിയുടെ ശബ്ദങ്ങളെ തൻ്റെ പാട്ടിലാക്കി മാറ്റുന്ന ഒരു കലാകാരൻ. ലയർബേർഡ്. ലയർബേർഡിന് 2 സ്പീഷീസുകളുണ്ട്. അവയിൽ ഏറ്റവും പ്രശസ്തമായത് സൂപ്പർബ് ലയർബേർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗാനപക്ഷികളിൽ ഒന്നായ ഈ ആൺപക്ഷി അതിൻ്റെ വലിപ്പത്താൽ മാത്രം ശ്രദ്ധ നേടുന്നില്ല. അതിൻ്റെ മനോഹരമായ വാലാണ് അതിനെ കാട്ടിലെ രാജകുമാരനായി മാറ്റുന്നത്. ആൺ ലയർബേർഡ് കാടിൻ്റെ നിലത്ത് ഒരു ചെറിയ വേദി സൃഷ്ടിക്കുന്നു. മരച്ചില്ലകളും ഇലകളും വെട്ടിമാറ്റി ഒരുക്കിയ ആ വേദിയിൽ 16 ഈരലുകളാൽ രൂപപ്പെട്ട അതിൻ്റെ അത്ഭുതകരമായ വാൽ മുന്നോട്ട് ഉയർത്തി വിരിക്കുന്നു. ഈ വാലിൽ 2 നീണ്ട ഈരലുകൾ ലയർ എന്ന സംഗീതോപകരണത്തിൻ്റെ ആകൃതി ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ഈ പക്ഷിക്ക് ലയർബേർഡ് എന്ന പേര് ലഭിക്കാൻ കാരണമായത്. എന്നാൽ ലയർബേർഡിൻ്റെ യഥാർത്ഥ വശം അവൻ്റെ ശബ്ദത്തിലാണ്. അവൻ്റെ ശബ്ദപാത്രമായ സിറിങ്സ് അതീവ സങ്കീർണ്ണമാണ്. ഇതവനെ പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ശബ്ദകലാകാരനാക്കുന്നു. മറ്റ് പക്ഷികളുടെ പാട്ടുകൾ, കാറ്റിൻ്റെ ശബ്ദം, മഴയുടെ താളം എല്ലാം അതേപടി പകർത്താൻ കഴിയും. അതിലേറെ അത്ഭുതം, മനുഷ്യർ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളും ഇതിന് പൂർണ്ണമായി അനുകരിക്കാൻ കഴിവുള്ളതാണ്. ക്യാമറ ഷട്ടറിൻ്റെ ക്ലിക്ക് ശബ്ദം, കാർ അലാറത്തിൻ്റെ സൈറൻ, ചെയിൻസോയുടെ കരച്ചിൽ, നായയുടെ കുരച്ചിൽ എല്ലാം അതേ കൃത്യതയോടെ. And that's a car alarm. ഈ അത്ഭുത പക്ഷി ഓസ്ട്രേലിയൻ വന്യജീവിതത്തിൻ്റെ ഒരു പ്രതീകമാണ്. കാടിൻ്റെ ഓരോ ശബ്ദവും തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് സംഗീതമാക്കി തിരിച്ചു നൽകുന്ന പ്രകൃതിയുടെ ഒരു അതുല്യ ശബ്ദ കലാകാരൻ. മധ്യ അമേരിക്കയിലെ മഞ്ഞുകൂടിയ ക്ലൗഡ് ഫോറസ്റ്റുകളിലാണ് പ്രകൃതിയുടെ അത്ഭുതമായ റെസ്പ്ലെൻഡന്റ് കറ്റ്സാൽ ജീവിക്കുന്നത്. കറ്റ്സാലിനെ കാണുന്നവർ പക്ഷിയെന്നല്ല, മറിച്ച് ഒരു ചിത്രം കാണുന്നത് പോലെ തോന്നാം. മെറ്റാലിക് പച്ചയും നീലയും ചുവപ്പും ചേർന്ന അതിൻ്റെ ചിറകുകൾ സൂര്യപ്രകാശത്തിൽ മിന്നിമറയും. ആൺപക്ഷിയുടെ 60 സെന്റിമീറ്റർ നീളം കൂടിയ വാൽ കാറ്റിൽ പാറുമ്പോൾ ഒരു ജീവൻ കൊണ്ട് ചിത്രമെന്ന പോലെ. കാറ്റും തണുപ്പും നിറഞ്ഞ ഉയർന്ന മഴക്കാടുകളാണ് ഇവയുടെ വാസസ്ഥലം. പഴവും ചെറുകീടങ്ങളും ആഹാരമാക്കി അതിൻ്റെ വിത്തുകൾ കാട്ടിൽ പരത്തി പ്രകൃതിയെ പുതുക്കുന്ന ഒരു ചെറു രക്ഷകനാണ് കറ്റ്സാൽ. മായൻ സംസ്കാരത്തിൽ ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. തടവിൽ ജീവിക്കാത്ത പക്ഷിയെന്ന വിശ്വാസം ഈ പക്ഷിയെ ഒരു പുണ്യചിഹ്നമാക്കി. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവ് എന്ന് ഈ പക്ഷി വിശേഷിക്കപ്പെടുന്നു. പ്രജനനകാലത്ത് ആൺപക്ഷിയുടെ നിറങ്ങളും ചാടലുകളും ഒരു മൗന നൃത്തം പോലെ തോന്നുന്നു. പെൺപക്ഷി മരങ്ങളുടെ ഒളിഞ്ഞ കുഴികളിൽ കൂട് നിർമ്മിച്ച് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു. ഇന്ന് മഴക്കാടുകളുടെ നാശം കാരണം കറ്റ്സാലിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. എങ്കിലും രാജ്യങ്ങളും ശാസ്ത്രജ്ഞരും ചേർന്ന് കാട് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി. കറ്റ്സാൽ മേഘക്കാടുകളുടെ ഹൃദയവും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന ചിഹ്നവും കൂടിയാണ്. ഫ്ലെമിംഗോ പക്ഷികൾ നീർനാര അല്ലെങ്കിൽ രാജഹംസം എന്നും മലയാളത്തിൽ അറിയപ്പെടുന്നു. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത പിങ്ക് നിറത്തിലുള്ള തൂവലുകളാണ്. ഇവയുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള കരോട്ടിനോയിഡുകൾ എന്ന വർണ്ണവസ്തുക്കളാണ് ഈ ആകർഷണമായ നിറത്തിന് കാരണം. നീണ്ട കാലുകളും കഴുത്തും വളഞ്ഞ കൊക്കുകളും ഈ പക്ഷികളുടെ പ്രത്യേകതയാണ്. പ്രധാനമായും ഉപ്പുവെള്ളമുള്ള തണ്ണീർത്തടങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമാണ് ഇവയെ കണ്ടുവരുന്നത്. കൊക്ക് തലകീഴായി വെച്ച് വെള്ളം അരിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയും ഒരു കാലിൽ മാത്രം നിന്ന് ഉറങ്ങുന്ന ശീലവും ഫ്ലെമിംഗോ പക്ഷികളുടെ ശ്രദ്ധേയമായ മറ്റു സവിശേഷതകളാണ്.
ഇവ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിലെ വലിയ ഉപ്പുവെള്ള തടാകങ്ങൾ, ചെളിവെള്ളം എന്നിവിടങ്ങളിലാണ് ഇവ പ്രധാനമായും വസിക്കുന്നത്. ഇവ ഒരു രാത്രി കൊണ്ട് 600